കേരള പി സിക്ക് വേണ്ടി ബേസ് മുതൽ മാത്സ് പഠിച്ചു തുടങ്ങാം ഇങ്ങനൊരു സീരീസിൻ്റെ 4ാമത്തെ ഡേയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ബോർഡ് മാത്സ് നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒരെണ്ണം വർക്കൗട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് LCM ആൻഡ് HCF എന്ന് പറയുന്നൊരു പുതിയൊരു ടോപ്പിക്കിലേക്കാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ ഷെയർ ചെയ്യുന്നത് അവിടെയായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് പേര് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓർത്തോളൂ, അതിൻ്റെ ടെലഗ്രാം ID ഞാനൊന്ന് പറഞ്ഞുതരാം. @Arun Logic Maths എന്നാണ്. @Arun Logic Maths നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലഗ്രാം ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. എനിവേ നമ്മൾ അവിടെ നിർത്തുന്നു, കാര്യങ്ങളൊന്നും ഇനി പറയുന്നില്ല. നമ്മൾ നേരെ എന്തിലേക്ക് വരികയാണ്? LCM ആൻഡ് HCF. അപ്പോൾ LCM ആൻഡ് HCF എന്നൊരു ടോപ്പിക്ക് നമ്മൾ പഴയതുപോലെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസ് ലെവലിൽ നിന്നും മുകളിലേക്കുള്ള ഹയർ ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിനെ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്താണ് പറയുന്നത്. LCM എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്, HCF എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്, പിന്നെ LCM HCFലും ഒരുപോലെ വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത് കമ്പൈൻ എന്ന് പറയുന്നൊരു പാർട്ട്. ദെൻ 4ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് LCM HCF കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ഒരുമിച്ച് വരുന്ന ചോദ്യങ്ങളുണ്ട്. അങ്ങനെ 4 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഷെയർ ചെയ്യായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്? നിങ്ങൾക്ക് ഒരുപാട് പേര് മാത്സ് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിന് താഴേക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് പേരൊക്കെ പേഴ്സണലി ടെലഗ്രാമിലും വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾ കൂടെ നിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ തന്നെ പരസ്പരം ഷെയർ ചെയ്ത് കൂടി നിങ്ങളൊന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ എന്താണ് LCM എന്നും എന്താണ് HCF എന്നും ഒരു ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? ട്രിക്കുകൾ മാത്രം ഉപയോഗിച്ചല്ല, നമ്മൾ ലോജിക്ക് കൂടി പഠിച്ചു പോകാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ലോജിക്ക് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏത് തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എങ്ങനെ വളർത്തി തിരിച്ച് ചോദിച്ചാലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ട് നമുക്ക് ഒന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കാം. അതല്ല ഒട്ടും പറ്റുന്നില്ല, എനിക്ക് ട്രിക്ക് മതി എന്നാണെങ്കിൽ നിങ്ങൾ അങ്ങനെയും പഠിച്ചാൽ മതി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ലോജിക്ക് കൂടെ പറഞ്ഞാണ് പോകുന്നത്. എന്താണ് LCM എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എങ്കിലും ഞാൻ എന്താണ് എൻ്റെ കോൺസെപ്റ്റ് കൂടെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ കാണാതെ പഠിച്ച് വയ്ക്കാതെ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനത് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, സോ നമ്മൾ LCMലേക്ക് വരികയാണ്. എന്താണ് LCM എന്ന് പറഞ്ഞിട്ട് നമുക്ക് HCFിലേക്ക് പോകാം. സോ എന്താണ് LCM? LCM എന്ന് പറയുന്ന കോൺസെപ്റ്റ് മലയാളത്തിൽ നമ്മൾ എന്താ പറയുക? ലസാഗു എന്ന് പറയും. ലസാഗു എന്ന് പറയും അല്ലേ? അതായത് ലഘുതമ സാധാരണ ഗുണിതം. ലഘുതമ സാധാരണ ഗുണിതം അല്ലെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാണ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇതാണ് LCM എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് LCM എന്ന് നമ്മൾ പറയാൻ പോവുകയാണ്. LCM കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? LCM കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ഇതൊക്കെ നമുക്കറിയാം. ലഘുതമ സാധാരണ ഗുണിതം അറിയാം. പിന്നെന്താണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് നമുക്കറിയാം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന് നോക്കി നമുക്ക് നോക്കാം. എന്താണ്? നമുക്കൊരു 3 സംഖ്യകൾ എടുക്കുകയാണ്. 2, 4, 6. ഈ 3 സംഖ്യകളുടെ LCM കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? സോ നമുക്ക് 2ൻ്റെ ഗുണിതങ്ങൾ എഴുതാം. ലഘുതമ സാധാരണ ഗുണിതമാണ്. സോ 2ൻ്റെ ഗുണിതങ്ങൾ എഴുതാൻ എങ്ങനെയാണ്? 2, അതായത് മൾട്ടിപ്പിൾസ്, അതാണ് മൾട്ടിപ്പിൾ. കണ്ടോ? 2, 4, 6, 8, 12, 14, 16, 18, 20 എക്സെട്ര ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? നമ്മൾ 4ൻ്റെ മൾട്ടിപ്പിൾ അതുപോലെ എഴുതാണ്. 4, 8, 12, 16, 20 എക്സെട്ര. ഇനി നമ്മൾ 6ൻ്റെ മൾട്ടിപ്പിൾ 6, 12, 18, 24 എക്സെട്ര ഇങ്ങനെ പോവാം. അപ്പോൾ ഇങ്ങനെ പോകുന്ന, അതായത് 3 സംഖ്യകൾ എടുക്കുന്നു, അതിൻ്റെ ഗുണിതങ്ങൾ എഴുതി വയ്ക്കുകയാണ്. ഗുണിതങ്ങൾ മൾട്ടിപ്പിൾസ് എഴുതി വയ്ക്കുകയാണ്. ഇതിൽ പൊതുവായിട്ട് വരുന്ന, കോമൺ ആയിട്ട് വരുന്ന സംഖ്യകൾ, 3ലും പൊതുവായിട്ട് വരുന്ന സംഖ്യയിലേക്ക് നോക്കാം. 2 പൊതുവായിട്ടില്ല. 4 ഇവിടെ 2 ഉണ്ട്, പക്ഷേ ഇവിടെ ഇല്ല. ദെൻ 6 നോക്കിയേ, 6 ഇവിടെയുണ്ട്, പക്ഷേ ഇവിടെ ഇല്ല. ഇതിന് അടുത്ത് നമുക്ക് എന്ത് നോക്കാം? 12 നോക്കാം. 12 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ശരിയല്ലേ? ഇനി നമുക്ക് നോക്കാം. ഇവിടെ 14 ഇല്ല, 16 എല്ലായിടത്തും ഉണ്ടോ? ഇല്ല. 18 ഉണ്ടോ? 18 ഇല്ല. 20 ഇല്ല. ദെൻ ഇനി അടുത്ത സെക്കൻഡ് എഴുതുന്നത് ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇവിടെ 24 ആയിരിക്കും വരുന്നത്, ഇവിടെ 28 ആയിരിക്കും വരുന്നത് അല്ലയോ? സോ നിങ്ങളത് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നതോ 22, 24 ഇങ്ങനെ പോകും. അടുത്ത നമ്പർ ഏതായിരിക്കും പൊതുവായിട്ട് വരുന്നതാ? 24. കണ്ടോ? ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഖ്യ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത സംഖ്യ വരും. 36 ആയിരിക്കും ആ സംഖ്യ വരിക. അങ്ങോട്ട് എഴുതി പോകുമ്പോൾ 3ലും പൊതുവായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ പൊതുവായിട്ട് വരുന്ന ഗുണിതങ്ങൾ ഏതാണ്? ഈ 3ലും പൊതുവായിട്ട് വരുന്ന ഗുണിതങ്ങൾ ഏതാണ്? 12 ആയിരിക്കും, അടുത്ത് 24 ആയിരിക്കും. സംശയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. അടുത്ത ആരാണ്? അടുത്ത് വരുന്നത് 26, 28, 30, 32, 34, 36. ഇവിടെ അങ്ങനെ പോകും. 32, അടുത്ത് എന്തായിരിക്കും? 32, 36. ഇപ്പോൾ ഇവിടെ 36 ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ എന്തായിരിക്കും അടുത്ത് വരുന്നത്? 6ൻ്റെ ആകുമ്പോൾ 30, ദെൻ 36. ഇങ്ങനെയല്ലേ പോകുന്നത്?
ശരിയല്ലേ? അപ്പോൾ ഇനി അടുത്ത വരുന്ന ഏതായിരിക്കും? ഇവിടെ ഒരു 36 വരും നമ്മൾ പറഞ്ഞപ്പോൾ 36 ആയിരിക്കും കോമൺ ആയിട്ട് വരിക. വേറെ സംഖ്യകളൊന്നും കോമൺ ആയിട്ട് വരില്ല. സോ നമുക്ക് അടുത്ത സംഖ്യ ഈ 36 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മൾ എന്താണ് ചെയ്തത്? 3 സംഖ്യകൾ എഴുതി, ആ 3 സംഖ്യകളുടെ ഗുണിതങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. ആ ഗുണിതങ്ങളിൽ പൊതുവായിട്ട് വരുന്ന കോമൺ ആയിട്ട് വരുന്ന 3ലും കോമൺ ആയിട്ട് വരുന്ന നമ്മൾ പറക്കി വെച്ചു. ശരിയല്ലേ? ഇതിൽ ഏറ്റവും ലീസ്റ്റ് എന്താണ്? ലഘു എന്താണ്? ലഘു ചെറുത് ഏതാണ്? ഏറ്റവും ചെറുത് ഏതാണ്? 12 ആണ്. ശരിയല്ലേ? അപ്പോൾ ആ 12നെ വിളിക്കുന്ന പേരാണ് LCM ഓഫ് ഏതൊക്കെ? 2, 4, 6. 2, 4, 6ൻ്റെ LCM എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആ 12നെയാണ്. അപ്പോൾ നമ്മൾ ആ കോൺസെപ്റ്റ് പഠിക്കും. ഇവിടുത്തെ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുകയാണ്. എന്താണ് LCM എന്ന് വെച്ച് കഴിഞ്ഞാൽ? LCM എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സംഖ്യകൾ തന്നിരുന്നാൽ ആ സംഖ്യകളുടെ ഗുണിതങ്ങൾ എഴുതുമ്പോൾ ആ ഗുണിതങ്ങളിൽ പൊതുവായി വരുന്നതിൽ ഏറ്റവും ചെറുത്. അപ്പോൾ ഏറ്റവും ചെറുത്. അതുകൊണ്ടാണ് പല ചോദ്യങ്ങളും നിങ്ങൾ PSC വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ചെറുത് കാണുമ്പോൾ നിങ്ങൾ LCM യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നവരുണ്ട്. ചെറുത് എന്ന് കണ്ടാൽ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. 3 സംഖ്യകളിൽ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? നിങ്ങൾ ചിലർ ആ ചെറുത് മാത്രം അണ്ടർലൈൻ ചെയ്യും. ചെറിയ എന്ന് വന്നാൽ LCM യൂസ് ചെയ്യുക എന്ന് പഠിക്കുന്നവരുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് LCM എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ചെറുതാണ്. എങ്ങനെയാണ്? ഒരു കൂട്ടം സംഖ്യകളുടെ ഗുണിതങ്ങളിൽ അതിൽ വരുന്ന പൊതുഘടകങ്ങളിൽ പൊതുവായിട്ട് വരുന്ന ഗുണിതങ്ങളിൽ, അതായത് 3 സംഖ്യകൾ അല്ലെങ്കിൽ 4 സംഖ്യകൾ അല്ലെങ്കിൽ 5 സംഖ്യകളിൽ പൊതുവായിട്ട് ആ സംഖ്യകളുടെ ഗുണിതങ്ങൾ എഴുതുമ്പോൾ പൊതുവായിട്ട് വരുന്ന ഗുണിതങ്ങൾക്ക് ഒരുപാട് എണ്ണം കാണും. ആ ഒരുപാടിൽ ഏറ്റവും ചെറുത് ഏതാണ്? അതാണ് എന്തെന്ന് പറയുന്നത്? ലഘുതമ സാധാരണ ഗുണിതം, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. മൾട്ടിപ്പിളുകളിൽ ലീസ്റ്റ് ഏത്? മൾട്ടിപ്പിളുകളിൽ ലീസ്റ്റ്. ഇനി ഒന്ന് പറയാം, മൾട്ടിപ്പിളുകളിൽ കോമൺ വരുന്നതിൽ ലീസ്റ്റ് ഏത്? ഇത്രയേ ഉള്ളൂ. പേരിലുണ്ട് എഴുതുന്ന സംഖ്യകളുടെ മൾട്ടിപ്പിളുകളിൽ കോമൺ ആയിട്ട് വരുന്നതിൽ ചെറുതേത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗുണിതങ്ങളിൽ പൊതുവായിട്ട് വരുന്നതിൽ ചെറുതേത്, പേരിലുണ്ടല്ല. ഓക്കെ അല്ലേ? അപ്പോൾ അത് നമ്മൾ പഠിച്ചു. എന്താണ് ലഘുതമ സാധാരണ അല്ലെങ്കിൽ LCM കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇനി ഇതിൻ്റെ കഥ പറയുകയാണ് നമ്മൾ. എന്താണ് LCM എന്ന് പറയുന്നത്? അപ്പോൾ LCM കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? LCM എന്ന് പറഞ്ഞു. ഇനി LCM കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. LCM കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന, നോക്കാം നമുക്ക്. ഈ 12ൻ്റെ പ്രത്യേകത എന്താണ്? 2ൻ്റെയും 4ൻ്റെയും 6ൻ്റെയും LCM ആണ് 12. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 കൊണ്ടും 4 കൊണ്ടും 6 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയായിരിക്കും 12. അതായത് കുറച്ചധികം സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയായിരിക്കും LCM. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന, 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന, 6 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ 12. അതിനേക്കാൾ ചെറിയ സംഖ്യ 11. 2 കൊണ്ട് 4 കൊണ്ട് 6 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 10. 2 കൊണ്ട് പറ്റും, 4 കൊണ്ട് 6 കൊണ്ട് പറ്റില്ല. 9. 3 കൊണ്ട് ഈ 3 സംഖ്യകൾ കൊണ്ടും പറ്റില്ല. 8 ഈ 3 സംഖ്യകൾ കൊണ്ട് പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സംഖ്യകളൊന്നും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനേക്കാൾ ചെറിയൊരു സംഖ്യ ഹരിക്കാൻ പറ്റില്ല. പക്ഷേ 12 ആയിരിക്കും അങ്ങനെ ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ച സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായി പഠിച്ചോളുക. LCM എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ പ്രത്യേകത? LCM നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ആ LCMൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 സംഖ്യകൾ അല്ലെങ്കിൽ കുറച്ചധികം സംഖ്യകൾ, ആ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ, ആ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന. പിന്നെ ഞാൻ ഇതൊന്ന് എഴുതി വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണ്? 2, 4, 6 ഇവ കൊണ്ട്, ഈ കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കോട്ട് ചെയ്ത് പഠിച്ചു വെച്ചോണം. കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇത് നമ്മൾ കാണാതെ പഠിച്ചതല്ല, നമ്മളിപ്പോൾ ഈ സാധനം ചെയ്തു നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ 2, 4, 6 ഇവ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന കൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്ത് പഠിച്ചോളുക. നമ്മൾ HCF ഉസാഖ പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കാര്യം പറഞ്ഞു തരാനുണ്ട്, ഡിഫറൻസ് പറയാനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. 2, 4, 6 ഇവ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ആര്? അതിൻ്റെ LCM ആയ 12 അല്ലേ? ശരിയാണല്ലോ. ഇനി നിങ്ങൾ നോക്കിയേ, ഈ 2, 4, 6 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ നമുക്ക് കിട്ടി 12. അങ്ങനെയാണ് എങ്കിൽ അടുത്ത സംഖ്യ ഏതായിരിക്കും? ചെറുത് നമുക്ക് വേണ്ട. 12 കഴിഞ്ഞിട്ടുള്ള അടുത്ത സംഖ്യ ആലോചിച്ച് നോക്കിയേ. ഈ 14, 16 കൂടെ ഉണ്ട്. പക്ഷേ ഈ 12 കഴിഞ്ഞാൽ 13നെ 2, 4, 6 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 14നെ പറ്റില്ല. നിങ്ങൾ നോക്കിയാൽ മതി. 15 പറ്റില്ല, 16 പറ്റില്ല, 17 പറ്റില്ല, 18 പറ്റില്ല, 19, 20, 21, 22 ഒന്നും പറ്റില്ല. പറ്റുന്നത് അടുത്ത സംഖ്യ 24 ആയിരിക്കും. മനസ്സിലായോ? അതായത് 2, 4, 6 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ 12 ആണ്. അടുത്ത സംഖ്യ എന്ന് ചോദിച്ചാൽ അത് 24 ആയിരിക്കും. അതിൻ്റെ അടുത്ത സംഖ്യ എന്ന് ചോദിച്ചാൽ അത് 36 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഈ LCMൻ്റെ ഗുണിതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന അടുത്ത സംഖ്യകൾ നമുക്ക് കിട്ടും. അതായത് LCM 12 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ പറഞ്ഞത്? ആ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ 12. നമ്മളോട് ചോദിക്കുകയാണ് അടുത്ത സംഖ്യ ഏതാണ് ഹരിക്കാൻ കഴിയുന്ന? സിമ്പിളായിട്ട് നമുക്ക് പറയാം 24.
അടുത്ത സംഖ്യ എത്രയായിരിക്കും? 36. 12 ഗുണിതം പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ മറ്റൊന്ന് പറയാം. 3 സംഖ്യകളുടെ അല്ലെങ്കിൽ 4 സംഖ്യകളുടെ LCM എന്ന് പറയുന്നത് 12ൽ 10 ആണെന്നിരിക്കട്ടെ. 3 സംഖ്യയുടെ LCM 10 ആണ് എങ്കിൽ ആ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന അടുത്ത സംഖ്യ ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ അത് 20 ആയിരിക്കും. അതിൻ്റെ സംഖ്യയോ അത് 30 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി കുറച്ചധികം സംഖ്യകളുടെ LCM എന്ന് പറയുന്നത് 15 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആരാണ്? 15 എന്നാണ്. എങ്കിൽ തൊട്ടടുത്ത സംഖ്യ എത്രയായിരിക്കും? അത് 30 ആയിരിക്കും. അടുത്ത സംഖ്യ എത്രയായിരിക്കും? 45 ആയിരിക്കും. അടുത്ത സംഖ്യ എത്രയായിരിക്കും? 60 ആയിരിക്കും. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. LCMൻ്റെ ആ ഒരു ഹെഡ്ലൈനിൽ നിന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കാണാതെ പഠിക്കരുത്, കോൺസെപ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ LCM എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. LCM എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് അധികം സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് LCM എന്ന് പറയുന്നത്. അതാണ് ഈ കോൺസെപ്റ്റ്. കാണാതെ ഒന്നും പഠിക്കാൻ നിൽക്കേണ്ട. കൊണ്ട് വന്നാൽ അത് LCM ആണ്, കൊണ്ട് ഹരിക്കാൻ കഴിയുന്നത് LCM എന്ന് ഓർത്താൽ മതി. ഇനി ബാക്കി പറഞ്ഞത് ആ LCM വന്നു കഴിഞ്ഞാൽ LCMൻ്റെ മീനിങ് എന്താണ്? ചെറിയ സംഖ്യ. അടുത്ത സംഖ്യ കിട്ടാൻ ആ LCM കിട്ടിയത് എന്താണോ അതിൻ്റെ ഗുണിതങ്ങൾ എടുത്താൽ മതി എന്നാണ്. ഇനി നമുക്ക് ഉസാഖയിലേക്ക് വരാം. ഞാനിത് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, വലിച്ചു നീട്ടുന്നൊന്നും തോന്നരുത്. ഞാനത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് അതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയൊരു സംക്ഷിപ്ത രൂപം നമുക്കൊന്ന് പറയാം, അതായത് ലഘുരൂപം നമുക്കൊന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ ഉസാഖയിലേക്ക് വരികയാണ്. എന്താണ് HCF എന്ന് പറയുന്ന സാധനം? ഉസാഖ എന്ന് പറയുന്ന സാധനം അല്ലേ? സോ എന്താണ് ഉസാഖ? HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ? കോമൺ ഫാക്ടർ ഇതാണ്, അല്ലെങ്കിൽ ഉത്തമ സാധാരണ ഘടകം എന്നാണ്. അപ്പോൾ ഫാക്ടർ ഘടകത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു സംഭവം നോക്കാം. നോക്കിയേ, നമുക്കൊരു 3 സംഖ്യ എടുക്കാം. 6, 8, 12 എന്ന് പറയുന്ന 3 സംഖ്യകൾ എടുക്കാം. ഇതിൻ്റെ ഗുണിതങ്ങളല്ല, നേരത്തെ നമ്മൾ കോമൺ മൾട്ടിപ്പിൾ ആണ് പറഞ്ഞത്, പൊതു ഗുണിതങ്ങളാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഘടകങ്ങൾ, ഫാക്ടറാണ് എടുക്കുന്നത്. ഘടകം, ഫാക്ടർ. അപ്പോൾ 6ന്റെ ഘടകങ്ങൾ ഏതാണ്? അതായത് 6നെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളാണ് അതിൻ്റെ ഘടകം എന്ന് പറയുന്നത്. പഠിച്ചോളൂ കേട്ടോ, അറിയാൻ പാടില്ലെങ്കിൽ പഠിച്ചോളുക. ഒരു സംഖ്യയെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെ വിളിക്കുന്ന പേര്, ഒരു സംഖ്യയെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് ഘടകങ്ങൾ. അതായത് 6നെ 1 കൊണ്ട് ഹരിക്കാൻ കഴിയും, 6/1. ആൻസർക്ക് ഡെസിമൽ വരില്ല. 6നെ 2 കൊണ്ട് ഹരിക്കാൻ കഴിയും, 6നെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയും. 6നെ 4 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ? 6നെ 4 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ 6ന്റെ ഘടകമല്ല 4. ഘടകം മീൻസ് ഹരിക്കാൻ കഴിയണം എന്നാണ്. സോ 6 അതിനെയാണ് നമ്മൾ ഫാക്ടർ എന്ന് പറയാം. 6നെ 6 കൊണ്ട് ഹരിക്കാൻ കഴിയും. സോ 6 ഘടകമാണ്. ഇതിന് 8ന്റെ ഘടകങ്ങൾ പറഞ്ഞേ. 1, 2, 4, 8. ഇതാണ് 8ന്റെ ഘടകങ്ങൾ. ഇനി 12 ഘടകം പറഞ്ഞേ. 1, 2, then 3 ഉണ്ട്, 4 കൊണ്ട് പറ്റും, 6 കൊണ്ട് പറ്റും, 12 കൊണ്ട് പറ്റും. അപ്പോൾ ഇതാണ് ഈ സംഖ്യകളുടെ ഘടകങ്ങൾ എന്ന് പറയുന്ന ഘടകങ്ങൾ. അപ്പോൾ ഈ ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഘടകങ്ങളിൽ പൊതുവായിട്ടുള്ള ഏതൊക്കെയാണ്? പൊതുവായിട്ട് 1 ഉണ്ട്. അത് നോക്കിയേ, 1. അടുത്ത പൊതുവായിട്ടുള്ള ഏതാ? 2 ആണ്. കോമൺ. കാര്യം കോമൺ വരുമ്പോൾ സ്ഥാനത്തുണ്ട് അല്ലേ? അപ്പോൾ കോമൺ ഉണ്ട്. ശരിയല്ലേ? ഇനി ഏതെങ്കിലും കോമൺ ഉണ്ടോ? ഇനിയൊന്നും കോമൺ ഇല്ല. ശരിയല്ലേ? അപ്പോൾ കോമൺ ഉള്ള ഏതൊക്കെയാണ്? 1, 2 ആണ് കോമൺ. ഇതിൽ ഹയ്യസ്റ്റ് ഏതാണ്? ഹയ്യസ്റ്റ് നേരത്തെ ലീസ്റ്റ് ആയിരുന്നു, ചെറുതായിരുന്നു. ഇതിൽ ഹയ്യസ്റ്റ് ആരാണ്? ഇത് ഹയ്യസ്റ്റ് ആരാണ്? 2 ആണ്. 1ഉം 2ഉം അല്ലേ വന്നേക്കുന്നത്? 1ഉം 2ഉം. അതിൽ വലുതാരാണ്? 2 ആണ്. സോ അതാണ് ഇതിൻ്റെ HCF അല്ലെങ്കിൽ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കഥ പറയാം. എന്താണ് സാധനം? ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ എങ്ങനെയാ ചെയ്ത്? നമ്മൾ കുറച്ച് സംഖ്യകളുടെ ഘടകങ്ങളിൽ പൊതുവായിട്ട് വരുന്നതിൽ വലുതേതാണോ അതാണ് എന്തെന്ന് പറയുന്നത് HCF എന്ന് പറയുന്നത്. പൊതുവായിട്ട് വരുന്ന ഘടകങ്ങളിൽ വലുതേത്, ഇതാണ് എന്തെന്ന് പറയുന്നത് HCF എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നേരത്തെ എഴുതിയത് ഗുണിതങ്ങളാണ്, ഇവിടെ എഴുതിയത് ഘടകങ്ങളാണ്. പേരിലുണ്ട് ലീസ്റ്റ്, കോമൺ, മൾട്ടിപ്പിൾ. മൾട്ടിപ്പിൾ ആണെങ്കിൽ മൾട്ടിപ്പിൾസ് എഴുതും, അതിൽ കോമൺ ഏതെന്ന് നോക്കും, അതിൽ ലീസ്റ്റ് ഏതെന്ന് നോക്കും. HCF ആണെങ്കിൽ ഘടകങ്ങൾ എഴുതും, കാര്യം ഫാക്ടറാണ്, ഘടകങ്ങൾ എഴുതും. അതിൽ പൊതുവായിട്ടുള്ള എടുത്തിട്ട് അതിനകത്ത് ഏറ്റവും വലുതേത് അതെടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഓക്കെ, സോ ഒന്ന് ചെറുതും ഒന്ന് വലുതും. സോ നമുക്ക് എന്ത് കിട്ടി? HCF കിട്ടി. ഇതാണ് HCF എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് അടുത്ത കാര്യം പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം പറയുകയാണ്. നമ്മൾ എന്താണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ LCMൻ്റെ കഥ നമ്മൾ പറഞ്ഞു. എന്താണ്? കുറച്ചധികം സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന. ഇവിടെ അങ്ങനെയല്ല. ഒരു സംഖ്യകൾ നോക്കി പ്രത്യേകം നമുക്കൊന്ന് പറയാം. ഈ 6, 8, 12 എടുത്താൽ ഈ 6നെ, 8നെ, 12നെ ഇവയെ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യയായിരിക്കും 2 എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ലേ? അതായത് 6നെയും 8നെയും 12നെയും നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്? 6, 8, 12 അവ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഒരു സംഖ്യ. പക്ഷേ ഇതങ്ങനെയല്ല. ഈ 2 ആയിരിക്കും 6നെയും 8നെയും 12നെയും ഹരിക്കാൻ കഴിയുന്ന, 3നെയും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ. കൺഫ്യൂസിങ് ആയെന്ന് എനിക്കറിയില്ല. 6നെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഞാൻ പറയാം. 2 കൊണ്ട് 6നെ ഹരിക്കാം, 8നെ 2 കൊണ്ട് ഹരിക്കാം, 12 കൊണ്ട് 2 ഹരിക്കാം.
ഇനി ഇതിന് മുകളിൽ വേറൊരു സംഖ്യ കാണില്ല വലുതായിട്ട്. എന്താണ്? ഈ 3നെ ഹരിക്കാൻ കഴിയും. നിങ്ങൾ നോക്കിയേ, 2 കഴിഞ്ഞാൽ 3 ഇല്ലേ? 3 കൊണ്ട് 6നെ ഹരിക്കാൻ പറ്റും, പക്ഷേ 8നെ ഹരിക്കാൻ പറ്റില്ല. 12 ഹരിക്കാൻ പറ്റും, പക്ഷേ 8നെ പറ്റില്ല. 4 നോക്കിയേ, 4 കൊണ്ട് 8നെയും 12നെയും പറ്റും, പക്ഷേ 6നെ പറ്റില്ല. 5 കൊണ്ട് ഇത് 3നെ ഹരിക്കാൻ പറ്റില്ല. 6 കൊണ്ട് ഇതിനെ പറ്റും, ഇതിനെയും പറ്റും, പക്ഷേ ഇതിനെ പറ്റില്ല. 7 കൊണ്ട് 1നെയും പറ്റില്ല. 8 കൊണ്ട് 8നെ പറ്റും, പക്ഷേ 2നെയും പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഈ 3 സംഖ്യകളെയും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് ആരെന്ന് പറയുന്നത്? 2 എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ആ 3 സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് LCM. ഇത് ഈ സംഖ്യകളെ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് 2 HCF എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന രണ്ടും കൂടെ കണക്ട് ചെയ്ത് നമ്മൾ പറയാൻ പോവുകയാണ്. ഒന്നാമത് LCMന്റെ കേസ് നമ്മൾ പറയുന്നു. LCM എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതായത് പൊതുഗുണിതങ്ങളിൽ ചെറുത്, അതാണ് LCM. ശരിയല്ലേ? നമ്മൾ പറഞ്ഞ കാര്യമാണ്. പൊതുഗുണിതങ്ങൾ നിരത്തി എഴുതുന്നു, അതിൽ ഏറ്റവും ചെറുത്, അതിൽ പൊതുവായിട്ട് വരുന്നതിൽ ചെറുത്, അതാണ് ഗുണിതങ്ങൾ എഴുതി വെക്കുന്നു, അതിൽ പൊതുവായിട്ടുള്ള ഗുണിതങ്ങൾ എടുക്കുന്നു, അതിൽ ചെറുത് ഏത്? അതാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. പേരിലുണ്ട്, ലീസ്റ്റ് ആകുമ്പോൾ ചെറുത്. then HCF നമ്മൾ എന്താ പറഞ്ഞത്? HCF പറഞ്ഞത് പൊതു ഘടകങ്ങളിൽ, അതായത് ഫാക്ടറിൽ, പൊതു ഘടകങ്ങളിൽ എന്തായിരിക്കും? വലുത്. ശരിയല്ലേ? പൊതു ഘടകങ്ങൾ എടുത്തു വെച്ചു, അതിൽ വലുത്. ഓക്കെ അല്ലേ? ഇനി നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യയാണ്, ഏറ്റവും ചെറിയ സംഖ്യയാണ് ആര്? ചെറിയ സംഖ്യയാണ് LCM അല്ലേ? LCM എന്ന് പറയുന്നത് കുറച്ചധികം സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന അല്ലേ? ഇനി ഇവിടെ നോക്കി, HCF എന്താണ്? കുറച്ചു സംഖ്യകൾ അല്ലെങ്കിൽ സംഖ്യകളെ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ അതാണ് HCF. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? 2, 4, 6 എക്സാമ്പിളാണ് പറയുന്നത്. 2, 4, 6 ഇവ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ അതായിരുന്നു എന്ന് പറയുന്നത് 12. അതായത് ഈ 12നെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? LCM എന്ന് വിളിച്ചത്. ശരിയല്ലേ? കൊണ്ട് ഹരിക്കാവുന്ന. ഇവിടെ നമ്മൾ എക്സാമ്പിൾ എന്താ പറഞ്ഞത്? ഇവിടെ എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? 6, 8, 12. 6, 8, 12 എന്നീ സംഖ്യകളെ എന്ത് ചെയ്യാൻ കഴിയുന്ന? ഹരിക്കാൻ കഴിയുന്ന നിശേഷം എന്നുണ്ട് കേട്ടോ. ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ അതേതാണ്? വലിയ സംഖ്യയായിരുന്നു 2. ആ 2നെ വിളിച്ച പേരാണ് HCF. ഇതാണ് കോൺസെപ്റ്റ്. നിങ്ങൾക്ക് ഇത് കിട്ടിയോന്ന് എനിക്കറിയില്ല. ഞാൻ അത് പറഞ്ഞത് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ചു വയ്ക്കാം. ഞാനത് മാക്സിമം ലോജിക്കൽ റീസണാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് LCM, എന്താണ് HCF എന്നുള്ള പൊതുഗുണിതങ്ങൾ എഴുതിയിട്ട് അതിൽ ചെറുതെടുത്താൽ LCM എന്ന് പറയും. നമ്മൾ ഈ ചെറുത് വെച്ചിട്ടാണ് സാധാരണ, ചെറുതെന്ന് കണ്ടാൽ അപ്പോഴേ നമ്മൾ LCM യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ചില ചോദ്യത്തിൽ പ്രശ്നം വരും കേട്ടോ. ഇനി പൊതുഘടകങ്ങൾ എഴുതിയിട്ട് ഫാക്ടേഴ്സ് എഴുതിയിട്ട് വലുതെടുത്താൽ അത് HCF ആയി. ദെൻ സംഖ്യകൾ കൊണ്ട്, ഇത് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെച്ചോളുക, കൊണ്ട് കണ്ടാൽ അത് LCM ആണ്. ഇനി സംഖ്യകളെ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ HCF. ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കോൺസെപ്റ്റ് ബേസിൽ കാര്യങ്ങൾ പഠിച്ചത്. ഇനി നിങ്ങൾക്ക് അത് ഓക്കെ അല്ലാന്ന് തോന്നണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്തോണം? നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചു പോകുന്നത്, അതായത് ചെറുത് വെച്ചിട്ടാണെങ്കിൽ LCM, വലുതാണെങ്കിൽ അങ്ങനെ, നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചു പോയത് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോവുക. ഞാനിത് കഥ അറിയാൻ വേണ്ടിയിട്ട് എന്താണ് HCF എന്ന് LCM ഇനി ഒരിക്കലും അതൊന്നും അറിയാതെ മുമ്പോട്ട് പോകരുത്. ഓക്കെ, സോ അതൊന്ന് ഓർത്ത് വെച്ചോളുക. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ LP UP ഒക്കെ എഴുതുന്നവർക്കൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. മാത്സ് ടീച്ചേഴ്സാണ് ഇൻ്റർവ്യൂ ബോർഡ് ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ ഓർത്ത് വെച്ചേക്കുക, വെറുതെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ LCM HCF ഒരുമിച്ച് കമ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് വെറുതെ കമ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് LCM എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്കാണ് വരേണ്ടത്. എങ്ങനെയാണ് LCM പഠിക്കേണ്ടത്, ഇതാണ്. അല്ലെങ്കിൽ LCMൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, എത്ര മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതൊക്കെയാണ് നമുക്ക് ഇനി പറയാനുള്ളത്.
ഒരു ടോപ്പിക് കൂടെ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് LCM എന്ന് പറയുന്നത് കുറച്ച് നമ്പേഴ്സ് എന്നതിൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും അത് കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡും അതുപോലെ ഒരു ട്രിക്ക് വെച്ചും കണ്ടുപിടിക്കാം. ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. അത് നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് രണ്ടും അറിയാമെങ്കിൽ നിങ്ങൾ ഇനി വീഡിയോ തുടർന്ന് കാണേണ്ടതില്ല. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് കാര്യങ്ങളിലേക്ക് പോവുക. അടുത്ത ദിവസം നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ട് വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ നമുക്ക് LCM എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. നമ്മൾ ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എടുക്കാം. എന്താണ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ? 2 then 6 8 ഞാൻ ഇങ്ങനെ 2 നമ്പർ എടുക്കാം, അല്ലെങ്കിൽ 2 4 6 എടുക്കാം. നമുക്ക് 2 4 6 അല്ലേ, ഈ നമ്പർ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ LCM കണ്ടുപിടിക്കാം. നമ്മളിത് കണ്ടുപിടിച്ചാണ്, നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ നമ്പറാണ്. അപ്പോൾ LCM കണ്ടുപിടിക്കാൻ പോവാണ്. 2 4 6 നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നോർമലി LCM കണ്ടുപിടിക്കുന്നത് ഘടകക്രിയ രീതിയിലാണ്. എങ്ങനെയാണ് ഘടകക്രിയ രീതി എന്ന് പറയുന്നത്? ഇങ്ങനെ വരച്ചിട്ട് ഈ 2ലും 4ലും 6ലും പൊതുവായിട്ട് പോകുന്നൊരു സംഖ്യ നമ്മൾ എടുക്കും. എങ്ങനെയാണ്? 2 എടുക്കും. കണ്ടോ? ഇത് നമ്മൾ എന്ത് ചെയ്യും? ഈ 2 എല്ലാത്തിനെയും ഈ 2 കൊണ്ടങ്ങ് ഹരിക്കും. 1 2 2 2 2 4 3 2 6. ശരിയല്ലേ? ഇനി നമ്മൾ നോക്കും 3 സംഖ്യയെയും ഹരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ടോ എന്ന് നോക്കും. ഈ 3 സംഖ്യയെ ഹരിക്കാൻ കഴിയുന്ന ഒരു സംഖ്യ ഇല്ല. ഒന്നൊഴിച്ച് വേറെ സംഖ്യയൊന്നുമില്ല. ഇനി 2നെയും 3നെയും അല്ലെങ്കിൽ ഇനി 3 നമ്പർ പറ്റില്ലെങ്കിൽ 2 നമ്പർ എടുത്തു, 1 2 എടുത്ത് നോക്കിയേ. 1 2ലും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഉണ്ടോ? ഇല്ല. 2 3 എടുത്ത് നോക്കിയേ. 2ലും 3ലും പൊതുവായിട്ട് പോകുന്ന സംഖ്യ ഇല്ല. 1 3 എടുത്ത് നോക്കിയേ. ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സംഖ്യ ഒരു ഗ്രൂപ്പിലും നമുക്ക് എങ്ങനെ ഗ്രൂപ്പ് ചെയ്താലും നമുക്ക് പൊതുവായിട്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യയില്ല എങ്കിൽ നമുക്ക് അവിടെ LCM അവിടെ നിർത്താം. ചിലരുടെ അവസാനം 1 വരെ ചെയ്യണം എന്നൊക്കെയാണ്. 1 കിട്ടും. നമുക്ക് അതൊന്നും വേണ്ട. നമ്മൾ PhD പഠിക്കുന്നവരല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ LCM എന്ന് പറയുന്നത് ഇതിൻ്റെ പുറമേയുള്ള എല്ലാ നമ്പരും കൂടി ഗുണിക്കുന്നതായിരിക്കും. അതായത് 2 × 1 × 2 × 3, അതായത് 3 × 2 6, 6 × 2 12. ഇതാണ് നമ്മൾ നേരത്തെ പറയുന്നത്. എഴുതി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 12 ആയിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ LCM എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ LCM കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ജനറൽ കോൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ LCM കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്നത്. കുറച്ചുകൂടി വലിയ നമ്പർ നമ്മൾ എടുത്താലോ? നമുക്ക് 6 8 12 എടുക്കാം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഹരിക്കും. നോക്കിയേ എങ്ങനെ ചെയ്യാം? നമുക്ക് 2 കൊണ്ട് ഹരിക്കുക അല്ലേ? 3 2 6 4 2 8 then 6 2 12. ശരിയല്ലേ? 2 കൊണ്ട് എല്ലാത്തിനെ ഹരിച്ചു. ക്ലിയർ അല്ലേ? നോക്കിയേ. ഇനി നോക്കിയേ 3ലും 4ലും 6ലും പൊതുവായിട്ട് പോകുന്ന സംഖ്യകളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല. ശരിയല്ലേ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോക്കും 3ലും 4ലും പൊതുവായിട്ട് പോകുന്ന സംഖ്യകളുണ്ടോ? ഇല്ല. 3ലും 4ലും പൊതുവായിട്ട് ഹരിക്കാൻ അങ്ങനെ സംഖ്യ ഇല്ല. 3ലും 6ലും ഉണ്ടോ? 3ലും 6ലും ഉണ്ട്. 3ലും 6ലും ഏതുണ്ട്? 3നെയും 6നെയും നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ കഴിയും. ഞാൻ ഏറ്റവും ബേസിക്കാണ് പറയുന്നത്. ചിലർക്കൊക്കെ ഇത് ബോറടിക്കും. കാര്യം ചിലർ നന്നായിട്ട് അറിഞ്ഞ ടോപ്പിക് ആയിരിക്കും. ഞാൻ അങ്ങനെ ഒരാൾക്കെങ്കിലും അറിയാൻ പാടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതേ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ സമയം കളയരുത്, അതാണ് ഞാൻ പറഞ്ഞത്. സോ 3 4 പറ്റില്ല, 3 6 പറ്റും. നമ്മൾ വീണ്ടും വരയ്ക്കും. 3ലും 6ലും ഏത് പൊതുഘടകമുണ്ട്? 3 ഉണ്ട്. അതെഴുതി. നോക്കിയേ 1 3 3. 4 നമ്മൾ എടുത്തിട്ടില്ലല്ലോ. സോ 4ന് അതുപോലെ തന്നെ എഴുതുക. ഒന്നും ചെയ്യരുത്. 6ൽ 3 കൊണ്ടാണ് ചെയ്യുന്നത്. 2 3 6. ശരിയല്ലേ? ഇനി നോക്കിയേ 1ലും 4ലും വല്ലതും ഉണ്ടോ? ഇല്ല. 1ലും 2ലും ഉണ്ടോ? ഇല്ല. 4 2ലും ഉണ്ടോ? 4 2ലും ഉണ്ട്. 2 കൊണ്ട് ഹരിക്കാം. സോ 2 എടുക്കുന്നു. 1ൽ നമ്മൾ എടുക്കേണ്ട കാര്യം നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്തില്ല. 1 അതുപോലെ അങ്ങ് എഴുതുകയാണ്. 4 2 എത്ര പ്രാവശ്യം പോവും? 2 2 4. 2 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1. കഴിഞ്ഞില്ലേ? ഇനി ഒന്നിലും പൊതുഘടകമില്ല, അവിടെ നിർത്താം. സോ LCM എന്ന് പറഞ്ഞേ. LCM എങ്ങനെയായിരിക്കും? 2 × 3 × 2 × 1 × 2 × 1 1 × 2 2 × 1 2 2 × 1 2 2 × 2 4 4 × 3 12 12 × 24. ശരിയല്ലേ? ഇതാണ് LCM കണ്ടുപിടിക്കുന്ന രീതി ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ട്രിക്കിലേക്ക് വരാം. നമുക്ക് വലിയ ക്വസ്റ്റ്യൻ, കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിലും നോർമലി നമുക്ക് ഈ PSC ഒക്കെ ചോദിക്കുന്ന സാധാരണ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഞാനൊന്ന് പറയാം. നിങ്ങൾക്ക് അത് കത്തുന്നുവെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാനായിട്ട് പറ്റും. എഴുതിയൊന്നും ചെയ്യേണ്ട, വെറുതെ എഴുതാതെ തന്നെ പറയാനായിട്ട് പറ്റും. നോക്കാം. 2 4 6 ഈ സംഖ്യകളുടെ LCM കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ സംഖ്യകളുടെ LCM നമുക്ക് കിട്ടണമെന്ന് വിചാരിക്കും. ഞാൻ തൽക്കാലത്തേക്ക് ഈ 6നെ മാറ്റിയിട്ട് വേറൊരു സംഖ്യ വയ്ക്കുകയാണ്. നോക്കിയേ, ഇതാണ്. ഇതുകൂടെ നമുക്ക് നോർമലി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നോക്കൊന്ന് പറഞ്ഞേ. 2 1 2 2 2 2 4 4 2 8. ശരിയല്ലേ? പറ്റില്ലേ? 1 2ലും ഇല്ല, 1ലും 4ലും ഇല്ല. പക്ഷെ 2 4ലും ഉണ്ട്, 2 ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? 1 അതുപോലെ എഴുതും. 1 2 2 2 2 4 മതി. ഇനി ഇല്ലല്ലോ. അപ്പോൾ 2 × 2 4 4 × 2 LCM 8 എന്ന് കിട്ടിയണ്ടോ. അപ്പോൾ 3ൻ്റെ LCM മനസ്സിലായല്ലോ. ഇനി നമ്മൾ ട്രിക്ക് പറയാൻ പോവുകയാണ്. ഒന്നാം സംഖ്യ എടുക്കുകയാണ്. 2 4 8 LCM. സോറി, ഞാൻ അതിൻ്റെ LCM പറയാൻ പോവാണ്. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഈ സംഖ്യകളിൽ ഏറ്റവും വലിയ സംഖ്യ ഒന്ന് എടുക്കുക. ഏറ്റവും വലിയ സംഖ്യ ഏതാ? വലിയ സംഖ്യ 8 അല്ലേ? ആ 8നെ ഈ 2 സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. 8നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. 8നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. അങ്ങനെ ഹരിക്കാൻ പറ്റുമെങ്കിൽ ഇവിടുത്തെ LCM എന്ന് പറയുന്നത് ആ 8 ആയിരിക്കും. അതായത് ആ വലിയ സംഖ്യ ആയിരിക്കും.
ഒന്നുകൂടെ ഞാൻ പറയാം. തന്നിരിക്കുന്ന സംഖ്യകളിൽ 2-3 സംഖ്യ ആവണമെന്നില്ല, 4 ആവാം, 5 ആവാം, 6 ആവാം, എത്ര വേണമെങ്കിലും ആവാം. അതിൽ വലിയ സംഖ്യ ഒന്ന് എടുക്കുക. ആ വലിയ സംഖ്യയെ ബാക്കിയുള്ള എല്ലാ സംഖ്യകൾ കൊണ്ടും ഹരിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. 2 കൊണ്ട് ഹരിക്കാൻ പറ്റും, 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ LCM എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 8 ആയിരിക്കും. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരും. ഇതാണ് നമ്മൾ ചെയ്തത്. ഇത് നമുക്ക് 2, 4, 6 എടുക്കാം. 2, 4, 6 LCM പറയാൻ പോവാന്നേ. LCM പറയാൻ പോവാം. നമ്മൾ ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. എങ്ങനെയാ? ഏറ്റവും വലിയ സംഖ്യ ആരാ? 6. ആ 6 എന്ന് പറയുന്ന സംഖ്യയെ ബാക്കി സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. 6നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും, ഡൺ. 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഉടായ്പ പരിപാടി നടക്കില്ല. എന്താ നമ്മുടെ പരിപാടി? ഇതിനെ 2 സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ഇതായിരിക്കും LCM. പക്ഷെ 6 അല്ല LCM. കാര്യം 6നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും, 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നില്ല. ആ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യണം? 6നെ 2 കൊണ്ട് ഗുണിക്കും. മീൻസ് 6നെ ഡബിൾ എടുക്കണം. 6നെ 2 കൊണ്ട് ഗുണിക്കണം. അല്ലെ, ഈ 6 ഗുണിക്കുമ്പോൾ 12 എന്ന് കിട്ടും. ശരിയല്ലേ? ആ 12നെ ഹരിക്കാൻ പറ്റുമോ നോക്കണം. 2 കൊണ്ട് പറ്റുമല്ലോ ഹരിക്കാൻ? പറ്റും. 4 കൊണ്ട് ഹരിക്കാമല്ലോ പറ്റുമല്ലോ ഹരിക്കാൻ? പറ്റും. അപ്പോൾ 2 കൊണ്ട് 4 കൊണ്ട് 12 ഹരിക്കാൻ പറ്റും എങ്കിൽ LCM 12 ആയിരിക്കും. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ഈ സംഖ്യയെ ഹരിക്കാൻ പറ്റുമോ നോക്കുക. പറ്റിയില്ലെങ്കിൽ ആ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ച് നോക്കുക. എത്ര കിട്ടുമെന്ന് നോക്കുക. 12 അല്ലേ കിട്ടിയത് എങ്കിൽ അതിനെ ഹരിക്കാൻ പറ്റുമോ നോക്കുക. പറ്റുമെങ്കിൽ അതായിരിക്കും LCM. ഇനി 2 കൊണ്ട് ഗുണിച്ചപ്പോഴും ഹരിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം. 2 കൊണ്ട് ഗുണിച്ചപ്പോഴും എനിക്ക് ഹരിക്കാൻ പറ്റിയില്ല, 2 കൊണ്ട് 4 കൊണ്ട് ഹരിക്കാൻ പറ്റിയില്ല എങ്കിൽ എത്ര കൊണ്ട് ഗുണിച്ച് നോക്കുക? 3 കൊണ്ട് ഗുണിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി ഞാൻ എടുക്കുക. അടുത്ത സംഖ്യ നോക്കി. 6, 8, 12 എന്ന് പറഞ്ഞേ. 6, 8, 12 നമ്മളിപ്പോൾ പറഞ്ഞത് പോലെയാണ് LCM. നോക്കിയേ, 12 എടുക്കുകയാണ്. 12നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റും. വലിയ സംഖ്യ 12 അല്ലേ? 12നെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 12നെ 2 കൊണ്ട് ഗുണിക്കും. എത്ര കിട്ടും? 24. 24 കൊണ്ട് ഹരിക്കാൻ പറ്റും. 4, 6, 24. 3, 8, 24. 8 കൊണ്ടും പറ്റും. സോ LCM 24. ശരിയല്ലേ? ശരിയല്ലേ? ആണ്. നമ്മൾ വേഗം നോക്കാണ്. ഇത് നമുക്ക് പെട്ടെന്ന് പറ്റണം കേട്ടോ. വലിയ നമ്പറൊക്കെ വരും. ഇപ്പോൾ 2, 4, 7 ഞാൻ പറയാം. എന്താ പ്രത്യേകത? 7നെ 2 കൊണ്ട് ഹരിക്കാനും പറ്റില്ല, 4 കൊണ്ട് ഹരിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പെട്ടെന്ന് തന്നെ മൈൻഡിൽ നോക്കണം. 7 2 കൊണ്ട് ഗുണിക്കണം. എത്രയാ? 14. ഞാൻ എഴുതുകയാണ്, പക്ഷെ നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് എടുക്കണം പെട്ടെന്ന്. എങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ 14 പറ്റുമോ? 14ൽ 2 കൊണ്ട് പറ്റും, 4 കൊണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 7നെ 3 കൊണ്ട് ഗുണിച്ച് നോക്കും. 21 പറ്റാൻ സിമ്പിളായിട്ട് അറിയാൻ പറ്റും. കാര്യം എന്താണ്? ഈ 2 സംഖ്യയും ഇരട്ട സംഖ്യയിലാണ്. 21 ഒറ്റ സംഖ്യയിലേ പറ്റില്ല. ദെൻ 4 കൊണ്ട് ഗുണിച്ച് നോക്കും. 7നെ 28. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഗുണിച്ചുകൊണ്ടിരിക്കുന്ന എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തുകൂടെ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ നല്ല പ്രാക്ടീസ്ഡാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് പറയാൻ പറ്റും. അത് പ്രാക്ടീസായി വന്നാലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയേ. 28നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റും, 4 കൊണ്ട് ഹരിക്കാനും പറ്റും. 7 4 28. സോ LCM എന്തായിരിക്കും? LCM എന്ന് പറയുന്നത് 28 ആയിരിക്കും. ഇതാണ് LCM കണ്ടെത്തുന്ന പരിപാടി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല എങ്കിൽ വിട്ടുകളയുക. അതല്ല എനിക്ക് പഠിച്ചെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വെറുതെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഇട്ടിട്ട് നോക്കുക, ചെയ്ത് നോക്കുക. നോർമൽ മെത്തേഡിലും ചെയ്ത് നോക്കുക. ഈ മെത്തേഡ് ചെയ്ത് നോക്കണം. ശരിയാണെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ മെത്തേഡ് ചെയ്ത് നോക്കും. അങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ പ്രാക്ടീസ്ഡ് ആവും. പ്രാക്ടീസ് ആയി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മാക്സിമം വേഗത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ മെത്തേഡ് ചെയ്ത ആൻസർ ചിലർക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ സാധനം ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടി എക്സാം ഹാളിൽ വെച്ച്, പക്ഷേ നമുക്ക് കൺഫ്യൂഷൻ ആയി, ഒരു ഭയങ്കര ഡൗട്ട്ഫുൾ ഇങ്ങനെ കിടക്കും മനസ്സിൽ. എന്താണ്? തെറ്റായിരിക്കുമോ? ഇനി ഇങ്ങനെ ചെയ്ത് നോക്കണോ? ഇനി നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമുക്ക് മനസ്സിനൊരു തൃപ്തിയില്ലാതെ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഇങ്ങനെ ചെയ്യും. അതിനുവേണ്ടി ഇത് ചെയ്യരുത്. കാര്യം നമുക്ക് വീണ്ടും അധിക സമയം നഷ്ടമായി പോവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. LCM നോർമലി കണ്ടുപിടിക്കുന്ന മെത്തേഡൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. ഇനിയും നമുക്ക് LCMനെ കുറിച്ച് പറയാനുണ്ട്. അത് LCMൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്ന LCMൻ്റെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസിനും, LCMന് എത്ര ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതെല്ലാം നമ്മൾ അടുത്ത ദിവസം തീർക്കും. നെക്സ്റ്റ് ഡേ നമ്മൾ HCFൻ്റെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ തീർക്കും. അങ്ങനെയായിരിക്കും നമ്മൾ തീർത്ത് പോവുക. LCMൽ ഇനി നമുക്ക് പഠിക്കാൻ ഒരു ക്വസ്റ്റ്യൻ വരരുത്. ആ രീതിയിൽ വേണം നമുക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും നിർദ്ദേശങ്ങളും നിങ്ങളുടെ കമൻസുകളും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞിരിക്കണം. എനിക്ക് പറ്റുന്ന പോലെ നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾ സജഷൻസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എങ്കിൽ ഞാൻ മാക്സിമം സഹകരിക്കാനും ശ്രമിക്കും. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.